60ാം പിറന്നാളിന് 60 കിലോമീറ്റർ ഓടിച്ചെന്ന് ഒരു കേക്ക് മുറിച്ച ഒരു വൈറൽ താരത്തിനെ കാണാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ലാസ്റ്റ് 60 കിലോമീറ്റർ ഓടിയിരിക്കുന്നത് നമ്മൾ 11 മിനിറ്റ് കൊണ്ടാണ്. 60ാം വയസ്സിൽ 60 കിലോമീറ്റർ ഓടിയതിനെ ഞാൻ നിൽക്കുന്ന സ്ഥലം കൊല്ലം കേരളാപുരത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ വൈറൽ താരത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറേ നമസ്കാരം. ഇപ്പോൾ ഭയങ്കര അതിശയകരമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കാരണം പലതരം പിറന്നാളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓടിച്ചെന്നൊരു കേക്ക് മുറിക്കുന്ന ഒരാളെ ഞാൻ കാണും. അത് 1-2 കിലോമീറ്റർ അല്ല, ഒരു 60 കിലോമീറ്റർ ഓടിച്ചെന്ന് കേക്ക് മുറിച്ച ഒരാളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം സാർ ഈ ഓടിച്ചെന്ന് കേക്ക് മുറിക്കാനുള്ളൊരു സംഭവം എന്തുവാണ്? ഓടിച്ചെന്ന് കേക്ക് മുറിക്കാൻ നമ്മൾ റണ്ണേഴ്സ് ക്ലബ്ബ് അല്ലേ, റണ്ണേഴ്സ് ക്ലബ്ബ് ആകുമ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് 60 കിലോമീറ്റർ ഓടി 60ാം വയസ്സിൽ 60 കിലോമീറ്റർ ഓടിയിട്ട് കേക്ക് മുറിക്കാൻ കൂട്ടുകാർ ഷാളണിയിച്ച് നമ്മളെ ഒരു ബഹുമാനം തരികയൊക്കെ ചെയ്തു. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സംഭവം വൈറലായി. അത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും വൈറലാവും എന്നുള്ളത്. നേരത്തെ ചെയ്തിട്ടുണ്ടല്ലേ? നേരത്തെയും ചെയ്തിട്ടുണ്ട്. നേരത്തെ വിവാഹ വാർഷികമൊക്കെ നമ്മൾ അത് എത്രാമത്തെ വിവാഹ വാർഷികമൊക്കെ അത്രയും കിലോമീറ്റർ ഓടാറുണ്ട്. അതെ, വിവാഹ വാർഷികവും ഇത് തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എത്രാമത്തെ വിവാഹ വാർഷികം കഴിഞ്ഞു? 37ാമത്തെ കഴിഞ്ഞു. 37 കിലോമീറ്റർ ഓടി. അത് ഒറ്റയ്ക്കാന്ന് ഓടിയാൽ വൈഫ് കൂടെ ഉണ്ടായിരുന്നു? ആദ്യം ഒറ്റയ്ക്ക് ഓടും, അതിന് ലാസ്റ്റ് 5-10 കിലോമീറ്റർ വൈഫ് കൂടെ ഓടും. വൈഫും റണ്ണറാണ്. വൈഫും അത്യാവശ്യം 5 കിലോമീറ്ററും 10 കിലോമീറ്റർ ഒക്കെ ഈവന്റുകളിൽ പങ്കെടുക്കുന്നതാണ്. ആണല്ലേ? അതെ. സംഭവം ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ പലതര പിറന്നാൾ ആഘോഷങ്ങളും വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം നമുക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ ഓടിച്ചെന്ന് കേക്ക് മുറിക്കുക. ഇപ്പം സാറിന് ഇപ്പോൾ 60 വയസ്സായി. അപ്പോൾ 60 കിലോമീറ്ററാണ് സാറ് കവർ ചെയ്ത് കേക്ക് മുറിച്ചിരിക്കുന്നത്. അന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാണോ കേക്ക് മുറിച്ചേക്ക് ചെയ്തത്? അതെ, കേക്ക് മുറി നമ്മൾ ഷാൾ അണിയിക്കുക, മെമൻറ്റോ തരിക, അത് കഴിഞ്ഞ കേക്ക് മുറിക്കുക. പക്ഷേ നല്ലൊരു ആഘോഷമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഇതൊരു സംഭവം തന്നെയാണല്ലോ. അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കരുതി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. വരുന്നവർ കാണാൻ ഇതൊക്കെ കണ്ടിട്ട് അവരവരുടെ ശാരീരിക സ്ഥിതി നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അവർ എക്സസൈസോ പിന്നെ റണ്ണിങ്ങോ കാര്യങ്ങളോ അതിലോട്ട് തിരിയട്ടെ എന്നുള്ള അവർക്കൊരു ചിന്ത വരട്ടെ എന്നുള്ള കരുതാൻ വേണ്ടി കണക്കാക്കി തന്നെയാണ് ഞങ്ങൾ ഈ റണ്ണേഴ്സ് ക്ലബ്ബ് തുടങ്ങിയതും റണ്ണേഴ്സ് ഇങ്ങനെ ഓടിക്കാൻ. എത്ര മെമ്പേഴ്സ് ഉണ്ടോ? ഞങ്ങൾ ഏകദേശം സോഴ്സ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബാണ്. അതിൽ 260ഓളം മെമ്പേഴ്സ് ഉണ്ട്. അത്രയും പേരുണ്ട്. അതെ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണോ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? ബർത്ത്ഡേ ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെ ആഘോഷിക്കണം. അവർ ഓടി ബർത്ത്ഡേ ഓടാൻ പറ്റുന്നവർക്കൊണ്ട് നമ്മൾ പറഞ്ഞു ഓടിക്കും, നിങ്ങളെ ബർത്ത്ഡേ നാളെയാണ്, നിങ്ങൾ ഇത്ര കിലോമീറ്റർ ഓടണം, അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ഇത്രാമത്തെ ഇത്ര കിലോമീറ്റർ. ഏകദേശം ഞങ്ങളെ നല്ല റണ്ണേഴ്സ് എല്ലാം ഏകദേശം എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ എല്ലാം ഓടി തന്നെ ആഘോഷിക്കുന്നത്. അതെ. ഒരു സംഭവം തന്നെ കേട്ടോ, ഒരു വൈറലാണ്. എന്തായാലും സാറ് നേരത്തെ മിലിറ്ററിയിലായിരുന്നു. അത് കഴിഞ്ഞ് സാർ ഇപ്പം പോലീസിലും സാറിന് ഇത് കണക്ക് ഈ ഓട്ടത്തിൽ സാറിന് ഒരു ഭയങ്കരമായിട്ടൊരു കേസ് അന്വേഷണത്തിൽ സാറിന് അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഓട്ടം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പക്ഷെ നമ്മളെല്ലാം മടിക്കുന്ന ഒരു കാര്യമാണ്. രാവിലെ എണീറ്റ് എല്ലാവർക്കും ഒരു താല്പര്യമാണ് ഇത് താല്പര്യമാണ് ഓടണം. നമ്മൾ ഈ ഓടുന്നത് കൊണ്ട് നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനൊക്കെ നമ്മളോട് ഭയങ്കര ബഹുമാനമായിരുന്നു. രാവിലെ ഇത്രയും ഡ്യൂട്ടിക്കിടയിലും രാവിലെ ഇത്രയും ഓടിയിട്ടല്ലേ വരുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷം, അവർക്ക് നമ്മളോട് ഭയങ്കര ഒരു ബഹുമാനം കൂടെ ആയിരുന്നു. അതെ. എന്നേക്കായി ഒരുപാട് വയസ്സിന് മൂത്തൊരു സാറാണ് നിൽക്കുന്നത്. 60 വയസ്സുണ്ട്. അപ്പോൾ എന്നേക്കായി സ്ട്രോങ് ആട്ടോ സാറ് നിൽക്കുന്നത്. ഇവിടുത്തെ കയറ്റം കയറിയപ്പോൾ ഞാനണഞ്ഞ് ഇപ്പോൾ സാറ് വയറ് പോലെ നിൽക്കുകയാണ്. അതിൻ്റെ രഹസ്യം വേറെ ഒന്നുമല്ല. സാറ് രാവിലെ എപ്പോഴൊക്കെ ഓടി? രാവിലെ എല്ലാ ദിവസവും ഏകദേശം 5 കിലോമീറ്റർ തൊട്ട് 10-15 കിലോമീറ്റർ ഓടും. ആഴ്ചയിൽ ഒരു 21 കിലോമീറ്റർ ഓടും. പിന്നെ സൈക്കിളുണ്ട്. സൈക്കിളും കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സൈക്കിള് കൊണ്ടുപോകുമ്പോൾ ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ 75 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടും. നമ്മുടെ കൊല്ലത്തെ റോഡ് അറിയാമല്ലോ, ഇവിടെ ചവിട്ടാൻ സമയം കിട്ടും, തെള്ളാനിൽ സമയം കാണുന്നുള്ളൂ. എന്നാലും നമ്മൾ ഈ റോഡ് പണിയില്ലാത്ത സൈഡ് നോക്കിയാണ് നമ്മൾ പോകുന്നത്. സാർ ഈ ഓടുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കൊല്ലത്തൊക്കെ ഒരുപാട് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. പിന്നെ സാർ ഈ പറഞ്ഞ സമയങ്ങളിൽ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. മഴയാണ് മഴ തോന്നുന്നത്. മഴയത്താണ് ഓടിയത്. ആദ്യത്തെ 25 കിലോമീറ്റർ ഫുൾ മഴയത്താണ് ഓടിയത്. എന്ന് പറഞ്ഞാൽ എയിം ഇതാണ് 60 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുക. കാലാവസ്ഥ ഒരു വിഷയമല്ല. ഞങ്ങളിപ്പോൾ റണ്ണേഴ്സ് ഓടാൻ ഇറങ്ങിയാൽ തന്നെയും ഓടാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ നിൽക്കാറില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കിലോമീറ്റർ ഓടിയതിന് ശേഷം നമ്മൾ നിർത്താറുള്ളൂ. ഇത് ചെറിയ മഴയല്ല ഇപ്പം പെയ്തത്. നല്ല മഴയായിരുന്നു, അടിപൊളി മഴയായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഷൂ മാറ്റേണ്ടി വന്ന് 2 ഷൂവും കൊണ്ടാണ് പോയത്. 25 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഷൂ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഓട്ടം തുടങ്ങിയത്. അതെ. അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു പിറന്നാൾ ആഘോഷിച്ച ഒരു സാറിൻ്റെ കൂടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സാറിൻ്റെ ഇതുകൊണ്ട് നിൽക്കുന്നില്ല. സാർ അടുത്ത 70ാമത്തെ പിറന്നാളിന് 70 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഞാനിവിടെ അടുത്തതിന് വെഡിങ് ആനിവേഴ്സറി ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളത്. വെഡിങ് ആനിവേഴ്സറി ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കും, പാലക്കാടായിരിക്കും. അങ്ങനെ പാലക്കാട് ഒരു കല്യാണമുണ്ട്.
സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5 വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ പാലക്കാടായിരിക്കും ഇനി ഓടുന്നത്. പാലക്കാടായിരിക്കും ഓടുന്നത്. അതില്ലേ, അത് നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ 70ാമത്തെ പിറന്നാളിന് സാറിൻ്റെ കൂടെ എന്തായാലും ഞാൻ ക്യാമറ പിടിച്ച് പുറകെ ഓടും. 70 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ശ്രമിക്കും. ഓക്കെ. അപ്പോൾ സാർ വളരെ സന്തോഷം കണ്ടാലും പരിചയപ്പെട്ടേ. നമസ്കാരം. എൻ്റെ പേര് രാജേന്ദ്രൻ നായർ. ഞാൻ സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കൂടാതെ ഞാൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായതിനു ശേഷം പോലീസിൽ സേവനമനുഷ്ഠിച്ച് റിട്ടയർഡായിട്ട് ഏകദേശം 4 വർഷമായി. എൻ്റെ 60ാം പിറന്നാൾ 31-ാം തീയതി ആയിരുന്നു. അന്നേരം ഞങ്ങൾ ഒരു റണ്ണേഴ്സ് ക്ലബ്ബ് എന്ന നിലയിൽ ഞങ്ങളൊരു 60 കിലോമീറ്റർ ഓടാനൊരു സംവിധാനം ഉണ്ടാകുകയും അത് അത്യാവശ്യം പത്രത്തിലൊക്കെ കവറേജ് ചെയ്ത് ഇച്ചിരി വൈറലാവുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ റണ്ണിങ് കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേരുണ്ട്. അവരെല്ലാം ഏകദേശം എൻ്റെ ഇപ്പം വിവാഹ വാർഷികം ഞാൻ ആഘോഷിക്കുന്നത് എത്രാമത്തെ വിവാഹ വാർഷികമാണ് അത്രയും കിലോമീറ്റർ ഓടിയാണ് ആഘോഷിക്കാറ്. അതും അങ്ങനെ തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞാൻ 36-37 കിലോമീറ്റർ ഓടിയിട്ടാണ് 2 വർഷമായിട്ട് വിവാഹ വാർഷികം ആഘോഷിച്ചത്. എൻ്റെ ഗുരുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യയെ കൂടെ ഓടാറില്ല. പക്ഷേ അദ്ദേഹം അവസാനത്തെ ഒരു 5-10 കിലോമീറ്റർ കൂടെ ഓടാറുണ്ട്. ഞാനിപ്പോൾ ഈ 60 കിലോമീറ്റർ ഓടി ഇങ്ങനൊരു വൈറൽ ആവുമെന്നുള്ള ഇത് വെച്ചിട്ടല്ല. പക്ഷേ നമ്മൾ ഇങ്ങനൊരു ന്യൂസ് അവരെ കവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ 60 കിലോമീറ്റർ ഓടുമ്പം ബാക്കി വരുന്ന പുതിയ തലമുറയ്ക്ക്, ന്യൂജൻ തലമുറയ്ക്ക് ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി നേരിട്ട് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാ ദിവസവും 60 കിലോമീറ്റർ 50 കിലോമീറ്റർ ഓടണമെന്നൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടുകയും നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ ആരോഗ്യസ്ഥിതി നേരെ വെക്കാൻ പറ്റും. നമ്മുടെ രോഗത്തിലോട്ട് പോകാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും. ഇല്ല, ജോലി സംബന്ധമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ ഈ ഓടുന്നതിനകത്ത് ഇടയ്ക്ക് 2-3 മെയിൻ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നമ്മുടെ ഒരു അമ്മച്ചിയെ കഴുത്തറുത്ത് വന്നിട്ട് ഇവിടുന്ന് ഒളിച്ചോടിപ്പോയ ഒരു ബംഗാളി ഉണ്ടായിരുന്നു. ഞാനും എസ്ഐയും കൂടെ പിടിക്കാൻ പോയപ്പം അവർ ഓടി. ഞങ്ങൾ ഈ ഒരു പ്രാക്ടീസ് കടന്നുകൊണ്ട് അവനെ ഓട്ടിച്ചിട്ട് പിടിക്കാൻ പറ്റി എന്നുള്ളത് അതൊരു ഭയങ്കര സന്തോഷം. നമുക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കാം. ബംഗാളികൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്റ്റാമിനയുള്ളവരാണ്. അവർ ഓടി അവരെ കൂടെ ഓട്ടിച്ചിട്ട് ഞങ്ങൾക്ക് അവരെ പിടിക്കാനുള്ള ഒരു സാഹസം നമുക്ക് കാണിക്കാൻ പറ്റി. ഇത് നമ്മൾ റണ്ണിങ് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രാവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ മൊബൈലിൽ. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഓൺ ചെയ്ത് നമ്മൾ ഓടുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് ഓഫ് ചെയ്ത് സേവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിൽ ഇത്രയും ലെവലിൽ വരും. നമ്മൾ ഈ ഓടിയ മാപ്പാണിത്. മാപ്പ് കഴിഞ്ഞിട്ട് നമ്മളിത് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് നമ്മൾ ഓടിയ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 1 തൊട്ട് 60 കിലോ. സാറ് ഫസ്റ്റ് ഈ 1 കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ 1 കിലോമീറ്റർ കവർ ചെയ്തതാണ്. 1 കിലോമീറ്റർ കവർ ചെയ്തത് 6 മിനിറ്റ് കൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് 6:29, 6:37, 6:42, 6:58 അങ്ങനെ താഴോട്ട് വരുന്തോറും കിലോമീറ്റർ കൂടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറയുന്നുണ്ട്. നമ്മുടെ സ്റ്റാമിന അനുസരിച്ച് നമ്മളിതിനകത്ത് വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റാമിന കൂടും. നമ്മളങ്ങനെ 60 കിലോമീറ്റർ ലാസ്റ്റ് 60 കിലോമീറ്റർ ഓടിയിരിക്കുന്നത് നമ്മൾ 11 മിനിറ്റ് കൊണ്ടാണ്. ഈ ഇരിക്കുന്ന മെഡലുകൾ എൻ്റെതും ഞാനും എൻ്റെ വൈഫും ഓടാറുണ്ട്. വൈഫിനും കൂടെ കിട്ടിയിരിക്കുന്ന മെഡൽസാണ്. മെമൻറ്റോസ് ഏകദേശം എല്ലാം ഞാൻ തന്നെ ഓടി വാങ്ങിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് ഈ മെഡൽസ് ഉണ്ട്. ഈ ബോംബെ മാരത്തോണ്ടത്, ഇത് 7 വണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു 7 രാജ്യങ്ങളിലെ ഓൺലൈൻ റണ്ണിങ്ങിന് കിട്ടിയ മെഡലാണിത്.